بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഒരു മനുഷ്യ നിർമ്മിതിയല്ല, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹുവിനിക്ക് വലിയ സന്തോഷമാണ്. അള്ളാഹുവിന്റെ കലാമാണല്ലോ നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് അള്ളാഹു താല നമുക്ക് ഒരുപാട് പ്രതിഫലവും നൽകുന്നുണ്ട്. നമ്മൾ ഓതുന്ന ഓരോ അർഫിനനുസരിച്ച്, ഓരോ അക്ഷരങ്ങൾക്കനുസരിച്ച് അള്ളാഹു താല നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. അതുപോലെ അള്ളാഹു താല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഫീഹി ഷിഫാഉൽ ലിന്നാസ്. അതായത് ഈ പരിശുദ്ധ ഖുർആനിൽ ജനങ്ങൾക്ക് ഷിഫ ഉണ്ട്. അത് നമ്മൾ കാണുന്നതല്ലേ. ഏതെങ്കിലും ഒരാള് അസുഖം വന്നിട്ട് ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി വെള്ളം മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞാൽ, ഒരു തങ്ങളെടുത്ത് പോയിട്ട് വെള്ളം മന്ത്രിച്ചു തരണം, അല്ലെങ്കിൽ ചരട് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവരെന്താണ് അതിൽ മന്ത്രിച്ചോതുന്നത്? പരിശുദ്ധ ഖുർആനാണ്. അള്ളാഹു താല പറഞ്ഞതാണ്, ഖുർആനിൽ അവർക്ക് ഷിഫ ഉണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും സുഖമില്ലാതിരിക്കുമ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അവരുടെ തലയിലൊന്ന് ഓതിക്കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് അതുപോലെ തന്നെ ഇഖ്ലാസ് മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ടൊന്ന് തടവിയാൽ അത് നമുക്ക് ഷിഫയാണ്. അപ്പൊ അള്ളാഹു താല പറഞ്ഞത് ഖുർആനിൽ ഷിഫ ഉണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആയത്താണ്. സാധാരണ നമുക്കെല്ലാവർക്കും മനപ്പാഠമുണ്ടാകുന്ന ഒരു ആയത്ത്. ആ ആയത്ത് നമ്മൾ വീട്ടിൽ നിന്നും ഒരു കാര്യം ഉദ്ദേശിച്ച് പോകുമ്പോൾ ഓതിയിട്ട് പോയാൽ അല്ലാഹു തആല ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും ആ വ്യക്തിയുടെ സമ്പത്തിനും കാവലിന് വേണ്ടി മലക്കുകൾ ഏർപ്പാടാക്കുന്ന, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന. അപ്പൊ നമ്മൾ എപ്പോഴും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ ആ ആയത്ത് ഓതുകയാണെങ്കിൽ വലിയ ഹൈറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ആയത്ത് മനപ്പാഠമാക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതാണ് ആ ആയത്ത്? പരിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി എന്ന് പറയുന്ന, ഏകദേശം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് വെറും 10-15 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്ന ആയത്താണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി ആ ആയത്ത് മനപ്പാഠമാക്കുകയും കഴിവിന്റെ പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല കാത്ത് സലാമത്താക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിനെ നമുക്കൊരു പ്രൊട്ടക്ഷനായി അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Uchas Creation YouTube channel. Like, share, comment and subscribe.